നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും ആഘോഷ നാളുകൾക്കായി കാത്തിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ആഘോഷ തിരക്കുകളിലേക്ക് പ്രവാസികളും മടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ ഖത്തർ പുതിയൊരു അറിയിപ്പാണ് നൽകുന്നത്. ബലിപ്പെരുന്നാളിന് വിശ്വാസികൾ മൃഗങ്ങളെ ബലി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അധികൃതർ. ബലിപ്പെരുന്നാൾ ദിവസമായ ജൂലൈ 9 രാവിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ബലി അറുക്കുന്നതിനുള്ള സമയം ആരംഭിക്കും. ജൂലൈ 12 വരെ ഇത് തുടരും. രാവിലെ 6:30 മുതൽ വൈകിട്ട് 7:30 വരെയുള്ള പകൽ സമയങ്ങളിൽ മാത്രമേ ബലി അറുക്കൽ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശമുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചു മാത്രമേ അറവും മാംസവിതരണം പാടുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. അംഗീകൃത അറവുശാലകളിൽ മാത്രമേ ബലിമൃഗങ്ങളെ അറുക്കാൻ പാടുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. കോവിഡ് ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത്. ഇതിനായി മുനിസിപ്പാലിറ്റിയിലെ അറവുശാലകളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. മിന സായിദിലെ കന്നുകാലി മാർക്കറ്റിൽ നിന്ന് ബലിമൃഗങ്ങളെ വാങ്ങി അൽമിന, അൽവദ്ബ, ബനിയാസ്, അൽഷഹാമ എന്നീ അറവുശാലകളിൽ ഒന്നിൽ കൊണ്ടുപോയി വേണം ബലി നടത്താൻ. നിയമങ്ങൾ പാലിച്ച് ബലിയറക്കാൻ വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ സേവനം ഇവിടെ ഉണ്ടായിരിക്കും. ബലികർമ്മങ്ങളും മാംസവിതരണം എളുപ്പമാക്കാൻ മുനിസിപ്പാലിറ്റിയുടെ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാം. സബീഹത്തി, സബായ, അൽ ജസീറ, സബായ UAE എന്നീ ആപ്പുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭിക്കുക. അറവുശാലകളിൽ നിന്ന് അറവ് നടത്തിയ ശേഷം അപേക്ഷ അനുസരിച്ച് മാംസം വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനവും ആപ്പ് വഴി ലഭ്യമാണ്. അബുദാബി അൽമിനയിലെ ഓട്ടോമാറ്റിക് അറവുശാലയിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ എന്നും അധികൃതർ വ്യക്തമാക്കി. എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അതോറിറ്റി വഴിയുള്ള അപേക്ഷകളും ഇവിടെ സ്വീകരിക്കും. അതേസമയം ബലിമൃഗങ്ങളെ അംഗീകൃത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നല്ലാതെ വാങ്ങാനോ വീടുകളിൽ വെച്ചോ പൊതുയിടങ്ങളിൽ വെച്ചോ തെരുവുകളിൽ വെച്ചോ മൃഗങ്ങളെ അറുക്കാനോ പാടില്ലെന്ന് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിച്ചു. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അംഗീകൃത അറവുശാലകളിൽ നിന്ന് മാത്രമേ ബലിയറക്കാൻ പാടുള്ളൂ. ഇവിടെ മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധന നടത്തി രോഗബാധയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അറവ് നടത്തൂ എന്നും അധികൃതർ വ്യക്തമാക്കി. പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.